വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 8 പേർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ, നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് അഭിമാനിക്കാനേറെ. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികൾ. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, ജസ്റ്റിസ് കെ.ടി. തോമസ്, സാഹിത്യകാരൻ പി. നാരായണൻ എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം. വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. നടൻ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ. രാജ്യം പിതാവിന് നൽകിയ അംഗീകാരം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാർ. ഇന്നിപ്പോ രാജ്യത്തിന്റെ ഒരു അംഗീകാരം പ്രഖ്യാപിക്കുമ്പോൾ കുടുംബത്തിന് വലിയ സന്തോഷമുണ്ട്. പുരസ്കാരം ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിക്കുന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഈ അവാർഡിൻ്റെ അവകാശികൾ ഞാനല്ല, ഇവിടുത്തെ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ ജനങ്ങളാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പക്ഷേ ഈ അവാർഡ് ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശാസ്ത്രജ്ഞരായ A.E. മുത്തുനായകം, കലാമണ്ഡലം വിമല മേനൻ, പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് കൊല്ലക്കൽ ദേവകിയമ്മയും ജസ്റ്റിസ് കെ.ടി. തോമസും പി. നാരായണനും. എനിക്ക് ഒരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എനിക്ക് പല അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതും കിട്ടിയത് ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലേ, ഇത് സന്തോഷം. നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ എന്നിവർക്ക് പത്മശ്രീ. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. ഇന്ത്യയിലെ ആദ്യ ആസിഡ് ആക്രമണ അതിജീവിതയായ ഡോക്ടർ മംഗള കപൂറിനും നടൻ ആർ മാധവനും പത്മശ്രീ ലഭിച്ചു. തിരഞ്ഞെടുപ്പെടുത്ത തമിഴ്നാടിന് മാത്രം ലഭിച്ചത് 13 പത്മ പുരസ്കാരങ്ങളാണ്. ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.